ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇറാൻ അമേരിക്കയ്ക്ക് നേരെ വലിയ തോതിലുള്ള ഒരു ആക്രമണ സന്നാഹം ഒരുക്കിയെന്നും ട്രംപിൻ്റെ പല പദ്ധതികളും പൊളിഞ്ഞു പാളീസായി എന്നും ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ തച്ചുടച്ച് മുന്നേറുകയാണ് ഇറാൻ എന്നുമായിരുന്നു ആ വാർത്തയ്ക്ക് ഞാൻ കൊടുത്ത തമ്പും ടൈറ്റിലും. അതിനുശേഷം ഞാനതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഏറ്റവും പുതിയ വിവരങ്ങളാണ്. അതായത് 2-3 ആഴ്ച മുമ്പ് മുതൽ അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് മുതൽ ഇറാനിൽ ബോംബിടും, ആണവ കേന്ദ്രങ്ങൾ തകർക്കും, ഞങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് ട്രംപ് വീറോടുകൂടി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇറാൻ അതിനോട് പ്രകോപിതരാകുന്നില്ല, പക്ഷേ നിലപാട് പറഞ്ഞു നിൽക്കുന്നു. ട്രംപ് ഒന്നും പറയാതെ പറഞ്ഞത് തന്നെ ആവർത്തിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. ഈ സാഹചര്യത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. സ്വാഭാവികമായും ഗസയിൽ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ ചിരിക്കുന്ന, ഗസയിലെ വംശഹത്യ നല്ലതാണെന്ന് പറയുന്ന, ഗസയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ജനങ്ങളുടെയും കൂട്ടക്കരച്ചിലും നിലവിളിയും സംഗീതം പോലെ ആസ്വദിക്കുന്ന ചില നികൃഷ്ട വർഗീയവാദികൾ ഈ വീഡിയോയുടെ അടിയിൽ കുറേ കമൻറ്റുകളുമായി രംഗത്ത് വന്നു. ഇറാൻ വട്ടപൂജ്യമാണ്, ഇറാൻ ഒലത്തും, ഇറാനെ കൊണ്ടൊന്നും കഴിയില്ല, അമേരിക്ക ഇറാന് മേൽ വട്ടമിട്ട് പറക്കുകയാണ്, ഇറാനെ അങ്ങ് തീർത്താൽ, അമേരിക്ക അങ്ങ് തീർത്ത് കളഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകില്ല, ഇറാൻ്റെ അന്ത്യമായി, ഖംനി മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു പുതിയ വിശകലനം നൽകണമെന്ന് എനിക്ക് തോന്നി. അതായത് ഈ വിഡ്ഢികളായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ എന്നൊക്കെ കരുതുന്ന കുറേ വിഡ്ഢി കൂഷ്മാണ്ഡങ്ങൾ എന്ന് വിളിക്കാവുന്ന കുറേ ജനങ്ങളുണ്ട്. അത് ഈ പറയുന്ന വർഗീയത തലയ്ക്ക് പിടിച്ച് മരിക്കുന്നവൻ്റെ മതം ചികഞ്ഞ് ആ മതം നമുക്കിഷ്ടമല്ലാത്തതാണെങ്കിൽ അവർ മരിക്കട്ടെ എന്ന് പറയുന്ന ഒരു കേവല യുക്തി, കേവല ബുദ്ധി അല്ലെങ്കിൽ ബുദ്ധിശൂന്യത അതിന്മേലൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു തലച്ചോറാണ് ഇവരുടെയൊക്കെ. അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല, പക്ഷേ ചില ഡാറ്റകൾ നൽകേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ നിന്ന് പറയുന്നത്, ഇറാനെ തൊട്ടാൽ അമേരിക്ക ബാക്കി കാണില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളത് വിശ്വസിക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇറാനെ ഈ 17 മാസത്തിനിടെ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എന്തുകൊണ്ട് സാധിച്ചില്ല? സിമ്പിൾ ലോജിക്കാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സിമ്പിൾ ലോജിക്. അമേരിക്ക ലോകശക്തിയാണ്, അമേരിക്കയ്ക്ക് ഇറാനെ തീർക്കാൻ മിനിറ്റുകൾ മതി എന്ന് പറയുന്ന കമൻ്റ് ഇടുന്ന ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തിനീ 17 മാസം ഇവർ വെയിറ്റ് ചെയ്തു? എന്തുകൊണ്ടാണ് ഇത്രയും സമയം ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി വരുന്നത്? അവരുടെ കയ്യിൽ ആയുധങ്ങളില്ലാഞ്ഞിട്ടാണോ? അവർക്ക് സാങ്കേതിക വിദ്യ ഇല്ലാഞ്ഞിട്ടാണോ? അവർക്ക് ഇറാനോട് ദേഷ്യമില്ലാഞ്ഞിട്ടാണോ? അല്ല. അപ്പോൾ അതിൻ്റെ കാരണം ഭയമാണ്. അതിലേക്കാണ് ഞാൻ ഇന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ഇറാനെ തൊട്ടാൽ US തീരും. അതിനുള്ള കാരണം ട്രംപിനെതിരെ അന്താരാഷ്ട്ര തലത്തിലെ വലിയ ശക്തികൾ ഒരു വലിയ സന്നാഹം തീർത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ്. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന ഒരു തലക്കെട്ട്, ആണവ കരാർ നടപ്പാക്കിയില്ലെങ്കിൽ, അതായത് അമേരിക്ക പറയുന്നത് പോലുള്ളൊരു കരാറിൽ ഇറാൻ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടികളിൽ നിന്ന് അമേരിക്ക പിന്മാറില്ല എന്നാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലെ സൈനിക ആക്രമണം അത് ട്രംപ് അച്ചായൻ പറഞ്ഞതുപോലെ നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ട്രംപ് പറയുന്നത് തീർച്ചയായും, ഓഫ് കോഴ്സ് അതങ്ങനെ ഉണ്ടാകും എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു പ്രവർത്തനം നടത്തിയതായി എവിടെയും വാർത്തകൾ വന്നിട്ടില്ല, അല്ലെങ്കിൽ ട്രംപ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ട്രംപ് വീണ്ടും ഇങ്ങനെ ഭീഷണി മുഴക്കുന്നതുകൊണ്ട് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അദ്ദേഹം റഷ്യയിലേക്ക് പോയി അടിയന്തരമായ ചില യോഗങ്ങൾ നടത്തുകയാണ്, അല്ലെങ്കിൽ നടത്താൻ ഒരുങ്ങുകയാണ്. അമേരിക്കയ്ക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു കരാറിലും ഇറാൻ ഒപ്പിടേണ്ടതില്ല എന്ന് റഷ്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാൻ വിദേശകാര്യമന്ത്രിയും റഷ്യൻ ഭരണകൂടവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെയുള്ളൊരു വലിയ മുന്നറിയിപ്പായിരിക്കും. അതിനുള്ള കാരണം, അമേരിക്കയുടെ കയ്യിലുള്ളതിനേക്കാൾ വലിയ ആണവായുധ ശേഖരം റഷ്യയുടെ കയ്യിലുണ്ട്. അതിൻ്റെ പൂർണ്ണമായ കണക്കുകൾ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അല്ലെങ്കിൽ അവരുടെ ചേരിക്കോ ഇപ്പോഴും ലഭ്യമല്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ ആശങ്കപ്പെടുന്നത്. ഗസ എന്ന് പറയുന്ന ചെറിയൊരു പോക്കറ്റിലെ വളരെ ചെറിയ ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന കൈവശം വെച്ചിരിക്കുന്ന വളരെ ചെറിയൊരു കൂട്ടം ബന്ദികൾ എവിടെയാണെന്ന് 17 മാസമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത അമേരിക്കയാണ്
റഷ്യയുടെ ആണവായുധ ശേഖരം ചികഞ്ഞ് കണ്ടെത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങൾ എത്രത്തോളമായി എന്ന് അവർ കണ്ടെത്താൻ പോകുന്നത്. അത് നടക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ വിറളി പിടിച്ച് തങ്ങളുടെ അധികാരം, തങ്ങളുടെ ഗർവ്, തങ്ങളുടെ അഹങ്കാരം ഇതിലൊക്കെ വലിയ തിരിച്ചടി കിട്ടുന്നത് കണ്ട് വിറളി പിടിച്ച് നടക്കുന്നത്. ഇപ്പോൾ റഷ്യ യുദ്ധകാര്യത്തിൽ സ്ട്രോങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 12 അമേരിക്കയുടെ A-16 യുദ്ധവിമാനം, അത് ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക കൊട്ടിഘോഷിച്ചൊരു യുദ്ധവിമാനമാണ്. ആ യുദ്ധവിമാനത്തിൻ്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് $63 ദശലക്ഷം ഒരൊറ്റ വിമാനത്തിൻ്റെ വില. ആ വിമാനം റഷ്യ വെടിവെച്ചിട്ടു. ഇപ്പോൾ റഷ്യക്ക് കരുത്തുണ്ട് എന്ന് തെളിയാൻ ഈ ഒരൊറ്റ സംഭവം മതി. അതുപോലെ തന്നെ റഷ്യ ഇറാന് ടെക്നോളജി കൈമാറിയിട്ടുണ്ട്, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ ചരിത്രം പരിശോധിച്ചാൽ ഇറാഖിലെ അമേരിക്കൻ വ്യോമമേഖലയിൽ നിന്ന് ഇറാനെ ആക്രമിച്ച് ഇസ്രായേൽ വിമാനങ്ങളെ ഇറാൻ സൈന്യം നേരിട്ടിരുന്നത്, അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്തിരുന്നത് ഈ പറയുന്ന റഷ്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം വെച്ചുകൊണ്ടാണ്. അതിലും ഇറാന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ആയുധങ്ങളെ വെല്ലുന്ന ആയുധശേഖരം റഷ്യയുടെ പക്കലുണ്ട് എന്നതും, റഷ്യ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഇറാനുമായി ചർച്ച നടത്തുന്നു എന്നതും, അമേരിക്കയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോർവിമാനങ്ങൾ വെടിവെച്ചിടാൻ റഷ്യയ്ക്ക് സെക്കൻഡുകളുടെ ഒരു അംശം മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നതുമൊക്കെ അമേരിക്കയ്ക്ക് ഉയരുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, റഷ്യ എന്ന ശക്തി, അല്ലെങ്കിൽ റഷ്യയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ട്രംപിന് നേരെ തന്നെയാണ് നീങ്ങുന്നത്. അതുപോലെ തന്നെ ഉത്തര കൊറിയയുടെ കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഏകാധിപതിയായ ഭരണാധികാരി, ഉത്തര കൊറിയയുടെ വിവരങ്ങൾ, അവരുടെ ആയുധശേഖരം സംബന്ധിച്ച് ഇപ്പോഴും ലോകത്തിന് മുന്നിൽ കണക്കുകളൊന്നുമില്ല. ഈ ഉത്തര കൊറിയയുമായി റഷ്യ സൈനിക കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇറാനുമായും ഇതോടൊപ്പം ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതും അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ, ഈ ഉത്തര കൊറിയ, റഷ്യ, ഇറാൻ ഇവരൊന്നും ട്രംപിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുകയോ അല്ലെങ്കിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയോ ചെയ്യുന്നവരല്ല. അവരുടെ പക്കൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ആയുധങ്ങൾ അവർ വികസിപ്പിക്കുന്നുണ്ട്, എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നൊന്നും ഈ അമേരിക്കയ്ക്കോ അവരുടെ ഈ പറയുന്ന ചാരശക്തികൾക്കോ അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികൾക്കോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭീഷണി മുഴക്കി ഇവരെ മുട്ടുകുത്തിക്കാമെന്ന തന്ത്രം ട്രംപ് പയറ്റുന്നത്. യുദ്ധം ചെയ്ത് തകർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അമേരിക്കയെ തകർക്കുന്ന വിധത്തിലേക്കുള്ള കൗണ്ടർ അറ്റാക്ക് ഉണ്ടായെന്ന് വരാം. കാരണം അത്രയധികം ശക്തരാണ് ആയുധങ്ങളുടെ ബലത്തിലായാലും സാങ്കേതിക വിദ്യയുടെ ബലത്തിലായാലും റഷ്യയും ഇറാനും ഉത്തര കൊറിയയും ഒക്കെ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അമേരിക്ക വലിയ ശക്തിയാണ് എന്ന് പറയുമ്പോഴും കഴിഞ്ഞ കുറച്ചു കാലമായി ഹൂത്തികളെ തീർക്കാൻ വേണ്ടി അമേരിക്ക പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. അത് നടക്കുന്നില്ല. അതുതന്നെ അമേരിക്കയ്ക്ക് ഈ യുദ്ധമേഖലയിലുള്ള തിരിച്ചടിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പോൾ ചെറിയൊരു ഗ്രൂപ്പായ ഹൂത്തികളെ തീർക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് ഇറാനും റഷ്യയും ഈ ഉത്തര കൊറിയയും ഒക്കെ. ചൈനയുടെ കാര്യം നോക്കുക. ചൈന അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വ്യാപാര യുദ്ധത്തിലാണ് ട്രംപുമായി. സ്വാഭാവികമായും ഒരു യുദ്ധഭൂമിയിലേക്ക് പോയാൽ, ഇറാന് നേരെ ഒരു ആക്രമണം അമേരിക്ക നടത്തുകയാണെങ്കിൽ ചൈന ഉറപ്പായും ഈ ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കും. അത് ഇപ്പം 4 ശക്തികൾ, വലിയ ശക്തികൾ അമേരിക്കയ്ക്കെതിരെ നീങ്ങുകയാണ്. അവരതിനുള്ള തയ്യാറെടുപ്പിലാണ്, ചർച്ചകളിലാണ്.